ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹ വന്ദനത്തെ വീണ്ടും അറിയിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്നു വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഇവിടെ നാം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് അവിടെ കർത്താവ് പഠിപ്പിച്ചത്. അഥവാ മനുഷ്യർക്ക് മാത്രം ദൈവം കൊടുത്തിരിക്കുന്ന അതുല്യ സിദ്ധിയാണ് പ്രാർത്ഥന എന്നത്. സ്വർഗീയ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കത്തക്കവണ്ണം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്ന കണ്ണി അഥവാ ഗോവേണിയാണ് പ്രാർത്ഥന എന്നത്. ഈ ഭൂമിയിൽ വസിക്കുമ്പോൾ തന്നെ സ്വർഗീയ തലത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള മുഖാന്തരമാണ് പ്രാർത്ഥന. നിത്യതയിൽ ലഭിക്കാനിരിക്കുന്ന അനുഭവത്തെ ഇപ്പോൾ തന്നെ നമുക്ക് രുചിച്ചറിയുവാനുള്ള അതുല്യ അവസരം കൂടിയാണ് പ്രാർത്ഥന എന്നത്. ഇവിടെ കർത്താവ് പറഞ്ഞത്, ഈ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് അറയിൽ കിടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്ക എന്ന് ഓർമ്മപ്പെടുത്തിയിരിക്കുമ്പോൾ, അത് ഏതെങ്കിലും ഒരു പ്രത്യേക മുറിക്കകത്തോ അല്ലെങ്കിൽ അതേപോലെയുള്ളതായ ഒരു സ്ഥലത്തോ ചെന്നിരുന്ന് ആരും അറിയാതെ മൗനമായി ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല കർത്താവ് അവിടെ പറയുവാനായിട്ട് ഇടയായി തീർന്നിട്ടുള്ളത്. പിന്നെ എന്താണ്? നാം പ്രാർത്ഥിക്കുന്ന ആ വിഷയത്തിന്മേൽ എത്രത്തോളം ശ്രദ്ധ ചെലുത്താൻ കഴിയുമോ ആ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നമ്മുടെ മനസ്സ് വിവിധ വിഷയങ്ങളിലേക്ക് അകന്നു പോകാതെ ആ വിഷയത്തിൽ തന്നെ, പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ തന്നെ ശ്രദ്ധ ചെലുത്തുകയും ആരോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതായ ആ ഉത്തമ ബോധ്യം നമ്മെ ഭരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നതാണ് അവിടുത്തെ ആശയം. യാക്കോബിന്റെ ലേഖനം 5:16 പറയുന്നു, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്നാണല്ലോ അവിടെയും പറയുന്നത്. അപ്പോൾ അപ്രകാരം നാം പ്രാർത്ഥിക്കുന്ന വിഷയവുമായി ഉള്ളുരുകി താൽമ്യം പ്രാപിച്ച് ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവവചനത്തിന് അടിസ്ഥാനമായി വ്യവസ്ഥയിൽ നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്നു എങ്കിൽ നിശ്ചയമായും നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ഏതൊരു വിഷയമായിരുന്നാലും അതിന് മറുപടി ലഭിക്കാതെ പോകുകയില്ല. ചിലപ്പോൾ ശത്രു പല നിലകളിൽ കെട്ടി ഒതുക്കി വച്ചിരിക്കുന്ന അനേക വിഷയങ്ങൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നാളുകൾ പലത് പിന്നിട്ട് പോയിരിക്കാം, വർഷങ്ങൾ പലത് പിന്നിട്ട് കഴിഞ്ഞിരിക്കാം, മറുപടി ലഭിക്കുന്നില്ല. ചിലപ്പോൾ ചില ഫയലുകൾ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടന്നിരിക്കാം, വർഷങ്ങൾ അത് ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ അത് ആയിരിക്കാം. ചിലപ്പോൾ ഔദ്യോഗിക തലങ്ങളിൽ ചില ഫയലുകൾ പോലും കാണാതെ പോയെന്ന് വരാം, നഷ്ടപ്പെട്ടെന്ന് വരാം. എന്നാൽ പ്രിയ ദൈവത്തിന്റെ പൈതലേ, നിന്റെ വിഷയം എന്തു തന്നെയായിരുന്നാലും അതിന്മേൽ മറുപടി ലഭിക്കാതെ പോകത്തില്ല. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു ഗോവേണിയാണ്, അഥവാ സ്വർഗീയ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കത്തക്കവണ്ണം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്ന മുഖ്യ കണ്ണിയാണ് പ്രാർത്ഥന എന്നുള്ളത്. ചുട്ടുപൊള്ളുന്ന, നീറിപ്പുകയുന്ന വിഷയങ്ങളുടെ മുമ്പിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും അറ തേടി പോകുവാനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക മുറി ഉണ്ടാക്കിയിരുന്ന് പ്രാർത്ഥിക്കുവാനോ ഒന്നുമല്ല അരുമനാഥൻ അവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം.
ചിലപ്പോൾ നീറിപ്പുകഞ്ഞു നിൽക്കുന്ന അവസ്ഥയുടെ മുൻപിൽ ബാത്റൂമിൽ പോലും മുട്ടുമടക്കിൽ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ അകത്ത് ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്, മറുപടി നൽകുന്ന ദൈവമാണ്. യാതൊരു സംശയവുമില്ല. അത് കർത്താവ് കേൾക്കുക തന്നെ ചെയ്യും. അങ്ങനെ അനേക ഭക്തന്മാരുടെ അവരുടെ ചുറ്റു നീറുന്ന വിഷയങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ അവർ യാത്രയിലായിരുന്നിരിക്കാം. ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആരാണ് അടുത്തിരിക്കുന്നതെന്ന് പോലും ഓർക്കാതെ ചിലപ്പോൾ സ്തോത്രവും സ്തുതിയും പ്രാർത്ഥനാ ശബ്ദവും ആ ബസ്സില് ആ ട്രെയിനില് പലരുടെയും മുഴങ്ങുന്ന അനുഭവങ്ങളുണ്ട്. അതവരുടെ ഹൃദയാന്തർഭാഗത്തു നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന പ്രാർത്ഥനയാണ്. അതാണ് ദൈവം ഉദ്ദേശിച്ചത്. ഏത് സാഹചര്യത്തിലും ശ്രദ്ധയോടുകൂടെ ദൈവത്തിങ്കലേക്ക് ആ കണ്ണുയർത്തി പ്രാർത്ഥിക്കുവാൻ, ആവശ്യങ്ങൾ അർപ്പിക്കുവാൻ ഒരു ദൈവ പൈതലിന് നിശ്ചയമായിട്ടും അവകാശമുണ്ട്. അത് ദൈവം കേൾക്കുക തന്നെ ചെയ്യും. അതേ പ്രിയമുള്ളവരെ, ഒരുപക്ഷെങ്കിൽ നാളുകളായി നീ ഭാരപ്പെടുന്ന ചില വിഷയങ്ങൾ ഉണ്ടായിരിക്കാം. നാളെ ഒരുപക്ഷെ കേസിന്റെ മുമ്പിൽ, അന്യായമായ ചില കേസുകളുടെ മുമ്പിൽ, കോടതിയുടെ മുമ്പിൽ, ജഡ്ജിയുടെ മുമ്പിൽ, അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷനില് എന്ന് വേണ്ട നിനക്ക് ചെന്ന് എത്തുവാൻ നീ ഭയപ്പെടുന്ന പലയിടങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ നീ ഒരുപക്ഷെ നിരപരാധിയായിരിക്കാം. നിന്നെ പല നിലകളിൽ പലരും വഞ്ചിച്ചതായിരിക്കാം. ചിലപ്പോൾ നിന്നെ കുരുക്കുവാൻ, കൈക്ക് വിലങ്ങു വെക്കുവാൻ ഒക്കെ ശത്രു ഉണ്ടാക്കിയ തന്ത്രങ്ങളാണ്. നീ ഭാരപ്പെടേണ്ട. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ചങ്ങല ആമേൻ ഒരു ചണനൂല് പോലെ പൊട്ടിച്ചെറിയുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് അധൈര്യപ്പെടാതെ വണ്ണം കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ വലിയ ആർക്കും വിടുതൽ തരുവാൻ കഴിയാത്ത രോഗമാകുന്ന വിഷയമായിരിക്കാം. എന്തുമാകട്ടെ, നീ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, ശക്തിയോടെ പ്രാർത്ഥിക്കുക. ഈ പറഞ്ഞതുപോലെ അതിനൊരു പക്ഷേ ചർച്ച തേടി പോകുവാൻ പറ്റിയെന്ന് വരത്തില്ല, നല്ലൊരു മുറി തേടി പോകുവാൻ പറ്റിയെന്ന് വരത്തില്ല. നീ ആയിരിക്കുന്ന സാഹചര്യം, ചിലപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടത്ത്, എവിടെയായിരുന്നാലും ഇപ്രകാരം ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ചില കെട്ടുകൾ പൊട്ടുക തന്നെ ചെയ്യും. ഈ ദൂതിന്റെ മുമ്പിൽ തന്നെ നാളിതേ വരെ നടക്കാത്ത ചില ഫയലുകൾ നിനക്ക് വേണ്ടി സർവശക്തനായ ദൈവൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ചുവപ്പ് നാട ദൈവം അറുത്തുമാറ്റിയിരിക്കുകയാണ്. ചിലപ്പോൾ സഭയുടെ വിഷയമായിരിക്കാം, ചില കുടുംബത്തിന്റെ വിഷയമായിരിക്കാം, ചില ബന്ധിക്കപ്പെട്ട ഫയലുകൾ ദൈവം ഇതാ ഈ ദൂതിന്റെ മുമ്പിൽ തന്നെ പൊട്ടിച്ചെറിഞ്ഞു കളയുന്നത് നീ വിശ്വാസത്തോടെ കാണുക, വിശ്വാസത്തോടെ ഏറ്റെടുക്കുക. അതിന്റെ മറുപടി നീ ഈ ദിവസങ്ങളിൽ തന്നെ പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രിയപ്പെട്ട കർത്താവേ, ഈ ദൂത് കേൾക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ ഏതെല്ലാം സാഹചര്യങ്ങളിൽ കൂടി അവർ കടന്നു പോകുന്നുവോ, ഒരുപക്ഷെ കർത്താവേ ചില ചുവപ്പ് നാടകളിൽ കുരുങ്ങിക്കിടക്കുന്ന ഫയലുകൾ ഉണ്ടായിരിക്കാം, മറ്റ് അവരെ ഞെരുക്കുന്ന പല വിഷയങ്ങൾ ഉണ്ടായിരിക്കാം, അന്യായമായ കേസുകളായിരിക്കാം, രോഗമായിരിക്കാം. ഈ വചനത്തിന്റെ മുമ്പിൽ, കർത്താവ് പറഞ്ഞ ഈ വചനത്തിന്റെ മുമ്പിൽ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ കർത്താവേ, ആ കെട്ടുകളെല്ലാം അറ്റുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അറ്റുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ രോഗം സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തുറക്കാത്ത ഫയലുകൾ തുറന്ന് അനുകൂലമായ വിധി വരട്ടെ. കോടതി വ്യവഹാരത്തിൽ ഇരിക്കുന്ന അന്യായ വ്യവഹാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അനുകൂലമായ വിധി ഉണ്ടാകട്ടെ. ദൈവാഖരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ
കർത്താവേ എൻ യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾക്കുത്തരം തന്നരുളാം എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി, എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ. കർത്താവേ എൻ യാചന നൽകണമേ.